കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കാവാലച്ചിറ CSI പള്ളിയുടെ മുൻവശത്താണ്. ഇവിടെ ഇപ്പോൾ റബ്ബർ തോട്ടത്തിന് തീ പിടിച്ചിരിക്കുകയാണ്. ഫയർഫോഴ്സൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഫയർഫോഴ്സുകാർക്ക് വാഹനം ഇങ്ങോട്ട് കടത്തിവിടാൻ പറ്റത്തില്ല. ഇപ്പോൾ നാട്ടുകാരെല്ലാം കൂടെ തീ അണയ്ക്കുന്ന ദൃശ്യമാണ്. നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം. ഇവിടെ കയറാവോ? ഏതാ? ആ അല്ലേ. ആ വണ്ടി കടന്നു വരത്തില്ല. ദൈവമേ, ഇതിൻ്റെ അകത്തോടെ പാമ്പൊക്കെ കാണുമോ? പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡിൽ കാവാലച്ചിറ CSI പള്ളിക്ക് സമീപമാണ് തീപിടുത്തം ഉണ്ടായത്. ഫയർഫോഴ്സിൻ്റെ വാഹനം ഇവിടം വരെ വരത്തുള്ളൂ. അവർക്ക് അങ്ങോട്ട് കടന്നു പോകാൻ പറ്റത്തില്ല. അവരവിടുന്ന് ഇറങ്ങി തീ പിടിച്ച സ്ഥലത്തേക്ക് പോവുകയാണ്. തീ പിടിച്ച സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നാരകത്തോടിന് പോകുന്ന റോഡാണിത്. ആ റോഡിൻ്റെ ഇവിടുന്ന് സ്വല്പം മുന്നോട്ട് വരുമ്പോഴത്തേന് വലത്തോട്ടൊരു കുത്ത് കയറ്റമുണ്ട്. CSI കുന്നംപുറം എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇതിൻ്റെ കുന്നംപുറത്ത് ഏറ്റവും മുകളിൽ പള്ളിയാണ്. അപ്പോൾ ഈ വഴിയാണ് മുകളിലോട്ട് കയറി പോകേണ്ടത്. ഫയർഫോഴ്സിൻ്റെ വാഹനം ഒന്നും കടന്നു പോകത്തില്ല. ചെറുവണ്ടി മാത്രമേ കയറി വരത്തുള്ളൂ. ഇങ്ങനെ കയറി വരുന്ന മുകളിലാണ് ഒരു ചെറിയ തോട്ടമാണ്. ആ തോട്ടത്തിൻ്റെ അകത്ത് പയറാണ്, മൊത്തം കാട്ടുപയറെന്ന് പറയാം. ആ പയറിനാണ് തീപിടുത്തം ഉണ്ടായത്. സ്ഥലമുണ്ട്, അവിടെയാണ് തീപിടുത്തം ഉണ്ടായത്. ഫയർഫോഴ്സ് വന്ന അവിടെ ആൾക്കാർ വന്നിട്ട് ഇതെല്ലാം തീ തല്ലിക്കെടുത്തുന്നുണ്ട്. കാരണം വെള്ളം ഒഴിച്ച് കിടത്താനുള്ള സംവിധാനം ഇവിടെ ഇല്ല. പിന്നെ നാട്ടുകാർ ഈ തീപിടുത്തം ഉണ്ടായപ്പോൾ തന്നെ അവർ ഉള്ള വെള്ളമല്ല. ഒന്നാമത് ഈ കുന്നംപുറത്ത് വെള്ളത്തിന് അതിരൂക്ഷമായ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഇവരൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നാണ് വെള്ളം കൊണ്ടിരുന്നത്. ആ വെള്ളമൊക്കെയാണ് എടുത്താണ് ഇത് കെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉദ്യോഗസ്ഥർ അവരുടേതായ രീതിയിൽ ഇതെല്ലാം തല്ലിക്കെടുത്തുന്നുണ്ട്. കാരണം ഉള്ളിലോട്ടൊക്കെ തീയുണ്ട്. ഉച്ച സമയമല്ലേ. അപ്പോൾ നമ്മുടെ കോൺഗ്രസിൻ്റെ പ്രവർത്തകരായ സാം കെ വർക്കിയും മോഹൻദാസും ഇവിടെയുണ്ട്. സാങ്കുട്ടിയാണ് എന്നെ വിളിച്ചത്. പെട്ടെന്ന് ഞാൻ ഓടി അവിടെ ചെന്നു. നിമിഷനേരം കൊണ്ടാണ് തീ ആളി പടർന്നത്. ഇവിടെ സമീപത്ത് ഒരുപാട് വീടുകളുണ്ട്. ആ വീടിൻ്റെ സമീപത്ത് വരെ പെട്ടെന്ന് തീ ചെന്നു. അവരെല്ലാം അന്നേരം തന്നെ വെള്ളം കോരി ഒഴിച്ച് ആ സൈഡെല്ലാം കെടുത്തിയായിരുന്നു. ഇതെപ്പോഴാണ് ഇത് കണ്ടത്? ആ ആ ആ ശരി. ആ ഇവിടം വരെ വന്നത് നിങ്ങളെല്ലാം കൂടെ? ആ സാറേ, ഓസം ഇവിടെ ഉണ്ടോ കേട്ടോ? വെള്ളം വീടല്ലേ വീടല്ലേ വീടല്ലേ. ഇത് ഇവിടെ എല്ലാം നിങ്ങളാണ് കെടുത്തിയേ? ഓസമാണോ സാറേ? ആ ആ ആ ആ ഈ സൈഡ് പണി നനച്ച് വിട്ടാൽ മതി എന്നാ. ഇവിടെ ഇങ്ങോട്ട് ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞത് വീടിനോട് സമീപം ചേർന്ന് കിടക്കുന്ന ആ സൈഡ് മാത്രം നനച്ചു വിട്ടാൽ മതി എന്ന് പറഞ്ഞത്. ഉള്ളിലെ ഇപ്പം കെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഒരു രാത്രി മുഴുവൻ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. സാങ്കുട്ടി എപ്പോഴാണ് അറിഞ്ഞേ? ആ ആ ഫയർഫോഴ്സ് വണ്ടി ഇങ്ങോട്ട് വരത്തില്ല അല്ലേ? വലിയ പ്രശ്നമാണ് ഇവിടെ അല്ലേ? ഇല്ല. ഇവര് കോട്ടയല്ലേ? അല്ല ഇവര് കോട്ടയല്ലേ? ആ ആ അവിടെ മൊത്തം കത്തിപ്പോയല്ലോ അല്ലേ? പിന്നെ ആ സൈഡ് മൊത്തം കത്തിപ്പോയല്ലേ? അരിക്ക്
അടി മുഴുവൻ കരിയില ഉണങ്ങി കിടക്കുക. അതെ അതെ, തക്ക സമയത്ത് കണ്ടുകൊണ്ടല്ലേ. അതെ, അവര് കണ്ടുകൊണ്ട് രക്ഷപ്പെട്ടല്ലേ മൊത്തം. പിന്നെ ഈ വീടൊക്കെ ഉള്ളല്ലോ ഇവിടെ പകലൊക്കെ. രണ്ട് സൈഡ് മുഴുവൻ അങ്ങനത്തെ റബ്ബർ തോട്ടത്തിലും ഞാൻ തന്നെ മരിച്ചിരിക്കുകയായിരുന്നു. അടിവശത്ത് അല്ലേ. തീ കിടക്കുന്നുണ്ട് അടിയിലല്ലേ. ഈ പ്രദേശം മുഴുവൻ ഇങ്ങനത്തെ പയറാ കിടക്കുന്നല്ലേ. ഇതാറിയ പറമ്പാറിയത്? അവരിത് തെളിക്കത്തൊന്നുമില്ല അല്ലേ? ആ. നമ്മുടെ നേരെ കാണുന്നത് നമ്മുടെ പുതുപ്പള്ളിയിലെ കീഴാറ്റൂന്നലെ കുടിവെള്ള പദ്ധതിയാ. ആ, പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലമാണ് ഈ CSI കുന്നംപുറം. ഇവിടെ നിന്ന് നോക്കിയാൽ പുതുപ്പള്ളി കവലയിലെ പഞ്ചായത്തിൻ്റെ കുടിവെള്ള ടാങ്ക് വരെ ഇവിടെ നിന്ന് കാണാം. ഇത് പണ്ടാരക്കുന്നൽ ജോയി എന്ന് പറഞ്ഞാൽ സ്ഥലമെന്നാണ് പറഞ്ഞത്. ഇത് ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. ഇവിടെ മുഴുവൻ കാട് വളർന്ന് കിടക്കുകയാണ്. ഇങ്ങനെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിൽ ഒരുപാട് സ്ഥലം ഇതുപോലെ ആൾ താമസം ഇല്ലാത്തതും കാട് പിടിച്ചും എല്ലാം കിടക്കുന്നുണ്ട്. അതുമൂലം സമീപവാസികളായ ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ട്. പാമ്പ് ശല്യവും ഇതുപോലെ തീപിടുത്തം ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ സമീപവാസികളാണ് ബുദ്ധിമുട്ടുന്നത്. അപ്പോൾ ഈ പാലത്തിന്റെ ഉടമയൊക്കെ എത്രയും പെട്ടെന്ന് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി നാട്ടുകാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ വളരെ ഉപകാരമാണ്. വെള്ളം മുഴുവൻ കളയും. ഫയർഫോഴ്സിന്റെ ജോലി കഴിഞ്ഞിട്ട് അവരിറങ്ങി. അവരുടെ വാഹനം തിരിക്കാൻ അവിടെ എല്ലാം നോക്കിയിട്ട് ഇടയില്ല വണ്ടി തിരിക്കാൻ വേണ്ടി. കാരണം എല്ലാം ചെറിയ വഴികളായതുകൊണ്ട്, ഇതൊരു വലിയ വണ്ടി ആയതുകൊണ്ട് തിരിക്കാൻ പാടായിരുന്നു. അപ്പോൾ ഇവിടെ കുറച്ച് സ്ഥലം വന്നു. അപ്പോൾ അവിടെ തിരിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുകയാണ്. പോട്ടെ പൊറോട്ട എടുത്തോ. ഓടിച്ചോ.
പോട്ടെ 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 സ്ഥലമുണ്ട് പോട്ടെ 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 പിന്നെ ഓടിച്ചോ 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 കുഴപ്പമില്ല പോട്ടെ 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 ആ ഇനി നേരെ നേരെ ഇനി നേരെ 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 ഇനി നേരെ ഇനി കുറച്ച് ഓടിച്ചോ 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 പോട്ടെ 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 പോ 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 പോയി പോയി ഇവിടെ കുഴപ്പമില്ല മലമുണ്ട് മലമുണ്ട് പോട്ടെ 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 കഴിഞ്ഞു പോട്ടെ പോട്ടെ അവിടെ കുഴപ്പമില്ല അവിടെ കല്ല കല്ല വലിയ കല്ല ആണല്ലേ ഇവിടെ 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 ആണ്ടാ ഫ്രണ്ടി ആ ആ അതെ അതെ കല്ലല്ല ആ സാറേ പൊറോട്ട എടുത്തു അയ്യോ അതെ അതെ മൊത്തം കയറിപ്പോകുന്നു അവിടുന്ന് വാഹനം റിവേഴ്സ് എടുക്കാൻ നോക്കിയിട്ട് പാടായതിൻ്റെ വണ്ടിയിലുണ്ടായിരുന്ന വെള്ളം ലോഡ് നിറച്ച് വെള്ളം ഉണ്ടായിരുന്നു ആ വെള്ളം അവർ അഴിച്ചു വിട്ടായിരുന്നു ഏടാവൂടായിപ്പോ അല്ലേ നമ്പർ കല്ല വിട്ടിരിക്കുവാണ്
ചേർത്തോ ഇങ്ങനെ ചേർത്തോ. ഇങ്ങോട്ട് ചേരുന്നേ. ഇവിടെ കുഴപ്പമില്ലെന്നേ, ഇവിടെ കുഴപ്പമില്ല, കുഴപ്പമില്ല. പതുക്കെ ഇറങ്ങിക്കോളും, പതുക്കെ ഇറങ്ങിയാൽ പതുക്കെ ചവിട്ടി ഇറങ്ങിക്കോളാം പറഞ്ഞാൽ.